കേരള ജനപക്ഷം സെക്യുലർ നേതാവായിരുന്ന പി.സി. ജോർജും അദ്ദേഹത്തിൻ്റെ മകനായ ഷോൺ ജോർജും ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത് ചില ഉദ്ദേശങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനിയുള്ള കാലം പൂഞ്ഞാറിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മകനെ നിർത്തി മത്സരിപ്പിച്ചാൽ വിജയിക്കും എന്ന് കരുതിയൊന്നുമല്ല. മറിച്ച് കേന്ദ്രത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിരവധി ബോർഡ് കോർപ്പറേഷൻ ലെവലുകളിൽ വലിയ രീതിയിൽ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരം, കേന്ദ്രത്തിലേക്കുള്ള നിരവധിയായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത് മുതലെടുക്കാൻ വേണ്ടിയാണ് പി.സി. ജോർജ് ശ്രമിക്കുന്നത്. അതിനിടയിൽ പുതിയൊരു സംഭവം ഉണ്ടാകുന്നു. പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ബി.ജെ.പി. നേതാക്കളുമായി കടുത്ത അസ്വാരസ്യത്തിലേക്ക് മാറുകയാണ്. നിലവിൽ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മികച്ച രീതിയിൽ അവരുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും കൃഷ്ണദാസ് ഉൾപ്പെടെ വി. മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ കടുത്ത അതൃപ്തിയിലാണ്. കാരണം പി.സി. ജോർജും മകനും ബി.ജെ.പി. രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടുതൽ അവകാശവാദങ്ങളുമായി വരുന്നു. കൃത്യമായി പി.സി. ജോർജ് പറയുന്നത്, ഞങ്ങൾ ബി.ജെ.പിയിൽ ലയിച്ചുവെങ്കിലും ഞങ്ങൾ ഇപ്പോഴും കേരള ജനപക്ഷം സെക്യുലറായി തന്നെ ഞങ്ങളിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിഭാഗത്തിന് കുറഞ്ഞത് 20 സീറ്റെങ്കിലും കേരള നിയമസഭയിൽ മത്സരിക്കാൻ വേണം എന്ന ആവശ്യമാണ് ബി.ജെ.പി. നേതൃത്വത്തിനെ അറിയിച്ചിരിക്കുന്നത്. ഇത് വലിയ വിലങ്ങുതടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണത്തെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിക്കാനിരുന്ന പേര് ഷോൺ ജോർജിൻ്റെതായിരുന്നു. ഷോൺ ജോർജ് പക്ഷേ വലിയ തോതിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കി തൽക്കാലം അദ്ദേഹത്തിനെ നിർത്തിയാൽ ബി.ജെ.പിക്ക് കെട്ടിവെച്ച കാശ് അല്ലെങ്കിലും കിട്ടില്ല. പക്ഷേ ഇവിടെ നിർത്തിയാൽ പകുതി വോട്ട് പോലും 50,000 വോട്ട് പോലും തികച്ച് കിട്ടില്ല എന്നൊരു ഇന്റലിജൻസ് സർവേയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നവ്യ ഹരിദാസിനെ ആക്കിയത്. അവരും കെ. സുരേന്ദ്രനെ പിടിച്ച് അത്രയും വോട്ട് ഷെയർ പിടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ആവശ്യം പി.സി. ജോർജ് പറയുന്നത്, നേതൃത്വം തഴയാൻ ശ്രമിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിൽ കുറച്ചധികം പുഴുക്കുത്തുകളുണ്ട്. ബി.ജെ.പി. നന്നാവാൻ പോടില്ല. ബി.ജെ.പി. വലിയ തോതിലുള്ള ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില നേതാക്കൾ ചേർന്ന് അതിനെ തകർക്കുന്നു. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അമിത ആത്മവിശ്വാസം കൊണ്ടാണ് ഇപ്പോൾ ജയിച്ചു കളയാമെന്നുള്ള വിചാരം. മാത്രമല്ല, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അതൊരു ഒറ്റപ്പെട്ട വിജയമായി കണക്കാക്കിയാൽ മതി. അവിടെ ക്രിസ്ത്യൻ വിഭാഗവും ഹിന്ദു വിഭാഗവും അതിശക്തമായി ഒരു എൻ ബ്ലോക്കായി സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു സംഭവ വികാസമായിരുന്നു. അതിനെ ഒരിക്കലും ബി.ജെ.പിയുടെ കോമൺ ഫാക്ടറായി കണക്കാക്കരുത്. അത് ഒരിക്കലും മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അവസരമായി കണക്കാക്കരുത് എന്നാണ് പി.സി. ജോർജ് പറയുന്നത്. പൂഞ്ഞാറ്റിൽ താൻ ഇനി മത്സരിക്കില്ല, മകനായിരിക്കും ഇനി മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെടെ ഇനി മകൻ മത്സരിക്കുമോ എന്നുള്ള കാര്യം അവനോട് ചോദിക്കണം. ഇങ്ങനെയാണ് പി.സി. ജോർജ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പി.സി. ജോർജ് വന്നാലും ഇല്ലെങ്കിലും ബി.ജെ.പി. പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് പരാജയം, നഗരസഭയിൽ ഉൾപ്പെടെ പരാജയം, പന്തളത്ത് ഉണ്ടായ പരാജയം. പന്തളം നഗരസഭയിലും പാലക്കാട് നഗരസഭയിലുമാണ് ബി.ജെ.പി. ഭരിക്കുന്നത്. കൂടുതൽ നഗരസഭകളിലേക്ക് കയറിക്കളയാം എന്നുള്ള ആഗ്രഹം പാടെ പൊളിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊന്നും മുന്നോട്ട് പോകുന്ന അവസ്ഥയിലല്ല. പക്ഷേ പി.സി. ജോർജ് മകന് വന്നാൽ മധ്യ തിരുവിതാംകൂറിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കാമെന്നുള്ള ബി.ജെ.പിയുടെ കണക്കൂട്ടൽ തെറ്റിയിരിക്കുന്നു.